രാമായണം. ഇനി ബാക്കി വരികൾ. തദനു കവികുലവരനുമവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവനക്കരേക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനുമവരജനും അരുണജനുമായി ദ്രുതം ആഗമിച്ചിടും അനന്തസേനാസമം. മനസ്സി തവ ചെറുതു പരിതാപമുണ്ടാകൊല മത്ഭരം കാര്യമിനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണ ചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപം മകന്നിതു മാമകം. കഥമിനിയുമഹമിഹ വസാമി ശോകേന മൽകാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ. ഇവിടെ ഹനുമാൻ സീതാദേവിയുടെ അറിയിച്ചെന്ന് ദേവിയുടെ ആ പാത കമലങ്ങളെ വണങ്ങയാണ്. എന്നിട്ട് പറഞ്ഞു, ദേവി, അടിയൻ അഹം ഞാൻ ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരേക്ക് ആജ്ഞാപയാസു ആശു ഗച്ഛാമി രാമാന്തികം. ഞാൻ ഇനിയും അക്കരയ്ക്ക് പോവുകയാണ്, രാമൻ്റെ സന്നിധിയിലേക്ക് അനുവാദം തന്നാലും എന്ന് പറയാണ്. ഇനിയിപ്പോൾ ആരെല്ലാം? രഘുവരനും അനുജനും അപരജനും അനുജനും അരുണജനും സുഗ്രീവനുമായിട്ട് ദ്രുതമാഗമിച്ചിടുവൻ. പെട്ടെന്ന് തന്നെ ഇവിടെ സേനയോടുകൂടി എത്തും. മനസ്സി തവ ചെറുതു പരിതാപമുണ്ടാകൊല മത്ഭരം കാര്യം ഇനി ജനകാത്മജേ. അപ്പോൾ ദേവി, അവിടുത്തെ കാര്യമല്ല ഇനി എന്നിൽ നിക്ഷിപ്തമാണ്, അവിടെ അല്പം പോലും വിഷമിക്കേണ്ടില്ല എന്നാണ് പറയുന്നത്. വളരെ വിനയത്തോടെ പറഞ്ഞ ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവി പറഞ്ഞു, മമ രമണ ചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപമകന്നിതു മാമകം. ദേവി അപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രാണനാഥൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ദുഃഖം മറന്നു. ഇനി കഥമിനിയുമഹമിക വസാമി ശോകേന മൽകാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ. ശ്രവണ സൗഖ്യം വിനാ, അതായത് ഇത് കേൾക്കാതിരുന്ന ഈ ഒരു സുഖം കൂടി എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ ഞാനിവിടെ കഥ എങ്ങനെയാണ് ഞാനിവിടെ കഴിയുക എന്ന് ചോദിക്കുകയാണ്. അതിനുത്തരമായിട്ട് ഹനുമാൻ പറയാണ്, ജനക നൃപദുഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ. കളകശുചമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധ ഉപഗമ്യ യോജിപ്പിച്ചു താപമശേഷം അതീവ തീർത്തിടുവൻ. ജനക നൃപ ദുഹൃത്, ജനകരാജാവിൻ്റെ ദുഹൃത്, മകളുടെ സീതയുടെ ദുഹിത മകളെന്നാണ് ദുഹിത. ഗിരം സംസാരം ഇങ്ങനെ കേട്ടപ്പോൾ, വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ സന്തോഷത്തോടെ ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, കളകശുചമിനി, ദേവി ദുഃഖിക്കരുത്, ഇനി വിരഹവേദന അനുഭവിക്കേണ്ട. സ്കന്ധമാരോഹ, ഞാൻ ദേവിയെ എൻ്റെ ചുമലിൽ കയറ്റാം. സ്കന്ധമാരോഹ, എൻ്റെ ചുമലിൽ കയറിയാലും ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധം ഉപഗമ്യ യോജിപ്പിച്ചു. ഞാൻ എത്രയും വേഗം രാമൻ്റെ അരികിൽ എത്തിച്ച് ദേവിയുടെ താപം അശേഷം അദ്യൈവ തീർത്തിടുവൻ. ദേവിയുടെ ദുഃഖം മുഴുവനും ഞാൻ തീർത്തു തരാം എന്ന് പറയാണ്. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൾ. അതിനു തവ കരുതുമളവിൽ ഒരു ദണ്ഡം
എന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശുഭചരിതനതിബലമൊടാശു ദിവ്യാസ്ത്രീണ ശോഷണബന്ധനാത്തീരഭി സാഗരം കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം. മറിവൊടൊരു നിശിരഹസി കൊണ്ടുപോയാലത്ത് മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം. രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ. അതിരഭസമായി തനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയമവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നിവാതാത്മജൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീരാമചന്ദ്രായ നമഃ. അതിനു തവ പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹനുമാന്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ സീത അതിയായി സന്തോഷിച്ചു. സീത പറഞ്ഞു, നീ ശുഭചരിതനതിബലമൊടാശു ദിവ്യാസ്ത്രേണ ശോഷണ ബന്ധനാദ്യരഭി സാഗരം കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നുകൊണ്ടു പോകാശുമാം. നീ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് എനിക്ക് അറിയാം. ആ വിശ്വാസം എനിക്ക് ആദ്യമേ ഉണ്ടായി. നല്ല ഒരു എൻ്റെ പ്രാണനാഥനായ ശ്രീരാമൻ ദിവ്യാസ്ത്രം കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചോ അല്ലെങ്കിൽ ചിറ കെട്ടിയോ അത് സൈന്യസമേതം ഇവിടെ വന്ന് ഈ ദുഷ്ടനായ രാവണനെ കൊന്ന് എന്നെ കൊണ്ടുപോകണം. അല്ലാതെ രാത്രി ഇരുട്ടത്ത് മറിവോട് ഇരുട്ടത്ത് അതിരഹസ്യമായിട്ട് നീ കൊണ്ടുപോയാൽ എൻ്റെ പ്രാണനാഥൻ്റെ പ്രശസ്തിക്ക് ഭംഗം വരും. ശ്രീരാമൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് എത്രയും വേഗം എന്നെ കൊണ്ടുപോകണം. അതിനാവശ്യമായ ജോലി വേല നീ ചെയ്യുക. അതുവരെ ഞാൻ എൻ്റെ ജീവനെ നിലനിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവിയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ച് യാത്രാനുമതിയും വാങ്ങി ഹനുമാൻ ആ മഹാസാഗരത്തിനു മുകളിലൂടെ ശ്രീരാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു. ഹരി ഓം. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനമുലയെ മുഹുരൊന്നലറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനരസംഘവും കരുതി വിനിതൊരു നിനതമാശു കേൾക്കായതും കാര്യമാകന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനു നഹി സംശയം മാനസേ പാർത്തുകാൺ കൊച്ച കേട്ടാലറിയാമതും കപിനിവഹമിതി ബഹുവിധം പറയും വിധൗ കാണായിതദൃശിരസി വാതാത്മജം. ത്രിഭുവനമുലയെ, ത്രിഭുവനം 3 ലോകങ്ങളും മുലയെ കുലുങ്ങുന്ന വിധത്തിൽ തീവ്രനാദം കേട്ടു വാനരസംഘവും ഭയങ്കര ശബ്ദം കേട്ടിട്ട് വാനരസംഘം കരുതു വിനിതൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനു നഹി സംശയം മാനസേ കപിനിവഹമിതി ബഹുവിധം പറയും വിധൗ കാണായിതദൃശിരസി വാതാത്മജം. അപ്പോൾ 3 ലോകങ്ങളും കുലുങ്ങത്തക്ക വിധം ഹനുമാൻ ഒന്നലറി. ആ ഭയങ്കര ശബ്ദം വാനരസംഘം കേട്ടു. ഹനുമാൻ കാര്യം സാധിച്ച് മടങ്ങി വരികയാണ്. ആ ശബ്ദം കേട്ടാൽ അറിയാം അത് ഹനുമാൻ തന്നെ എന്നതിന് ഒരു സംശയവുമില്ല. വാനരന്മാർ ഈ വിധം പറയുന്ന അവസരത്തിൽ അങ്ങകലെ പർവ്വതത്തിന് മുകളിൽ ഹനുമാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. കപിനിവഹവീരരെ കണ്ടിതു സീതയെ
കാകുൽസ്തവീരനനുഗ്രഹത്താലകം നിശിചരവരാലയമാക്കിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധ കുലവൈരിയാകം ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിതു. ചടുതി ദശരഥസുതനൊടി കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവനതനയനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ചലം കൊതുകമൊടു കപിനിജയമനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുലപരിവൃഢരുമുഴറി നടകൊണ്ടുപോയി ശ്രവണാചലം കണ്ടു നീ വീടിനാൻ. കാകുൽസ്ഥവീരൻ ശ്രീരാമൻ, വിബുധകുലവൈരി, ദേവകുല ശത്രു. അപ്പോൾ ദശഗ്രീവൻ 10 കഴുത്തുള്ളവൻ എന്നുള്ള അർത്ഥം ഗ്രീവ കഴുത്താണ്. ആലിംഗ്യ കെട്ടിപ്പുണർന്നിട്ട്, ആചുംബ്യ ചുംബിച്ചിട്ട്, വാലാഞ്ചലം വാലിന്റെ അറ്റം, കുതുകം സന്തോഷം, കപിനിജയം വാനരക്കൂട്ടം. അപ്പോൾ ഇവിടെ ഹനുമാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വീരന്മാരായ വാനരന്മാരെ, ശ്രീരാമദേവന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സീതാദേവിയെ കണ്ടു. കാകുൽസ്ഥവീരൻ അനുഗ്രഹത്താലഹം സീതയെ കണ്ടു. രാക്ഷസരാജ്യമായ ലങ്ക ഞാൻ ചുട്ടുപൊട്ടിച്ചു. നിശിചരവരാലയം ആകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചു എന്ന് പറയാണ്. ഇന്ദ്രശത്രുവായ രാവണനെ നേരിൽ കണ്ട് സംസാരിച്ചു. ജാമ്പവാൻ തുടങ്ങിയുള്ള വാനരന്മാരെ ഈ വിവരം രാമനെ അറിയിക്കുന്നതിന് നമുക്ക് ഉടനെ പുറപ്പെടാം. വാനരന്മാർ ഹനുമാനെ കെട്ടിപ്പുണർന്നു, വാലിൽ ചുംബിച്ചു. അവർ ഹനുമാനെ മുന്നിലോട്ട് നിർത്തിയിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് യാത്രയിൽ പുറപ്പെട്ടു. യാത്രാമധ്യേ പ്രസ്രവണം എന്ന പർവ്വതത്തെ അവര് കണ്ടു. ഇതാണ് ഇത്രയിലുള്ള അർത്ഥം. കുസുമദല ഫലമധുലതാതരുപൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം ശുദ്ധിത പരിപീഡിതരായ കപികുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യ പറഞ്ഞിടിനാർ. ഫലനികര സഹിതമിഹ മധുരമധുപൂരവും ഭക്ഷിച്ചുദാഹവും തീർത്തു നാമൊക്കവേ തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളേണമെന്നാശ പൂണ്ടങ്കതനോടപേക്ഷിച്ചോരനന്തരം അതിനവനുമവരോടുടനാജ്ഞയ ചെയ്കയാൽ ആശു മധുവനം പൊക്കിതെല്ലാവരും പരിചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദധിമുഖനു മനിഷമധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ ദധിവതനവചനമൊടു നിയതമധു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രകാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരും അതിദ്രുതം. ഇവിടെ ഈ ഭാഗത്ത് പരിചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. അവിടെ നമ്മൾ അഹോരാത്രമായിട്ടൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഹനുമത് പൂജ ചെയ്യാറുണ്ട്, എല്ലാവർക്കും അതറിയാം. അപ്പോൾ ഇവിടെ കുസുമം നല്ല ഫല മധുലതാ തരു, കുസുമം, പൂവ്, ദളം, ഇല, ഫലം, കായ, പഴം, മധു, തേൻ, ലത, വള്ളി, തരു, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ആ ഇതൊക്കെ നിറഞ്ഞ ഒരു പഴത്തോട്ടം, അത് സുഗ്രീവനാണ് അവിടെ
പരിപാലിക്കുന്നത്. ആ മധുവനം എന്നാണ് പേര്. ഇവിടെ പ്രസ്രവണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വള്ളിയോടുകൂടിയ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അങ്ങനെ നിറഞ്ഞ ആ പ്രദേശം വളരെ പ്രകൃതി മനോഹരമാണ്. പൂക്കള്, ഇലകള്, പഴങ്ങള്, തേൻ, കുടങ്ങളും കൊണ്ട് മധുവനം വളരെ സമൃദ്ധമാണ്. അപ്പോൾ ആഹാരം കിട്ടാതെ ഇവിടെ വളരെ പരിക്ഷീണിതരായിരിക്കുന്ന വാനരന്മാരെ ആ പഴത്തോട്ടം കണ്ടപ്പോൾ എന്ത് ചെയ്തു? വിശപ്പും ദാഹവും ഒക്കെ തീർത്തിട്ട് ഇനി സുഗ്രീവ സന്നിധിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതിനുള്ള അനുവാദം തരണമെന്ന് അംഗദനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അംഗദൻ അതിനെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അംഗദൻ ബാലിയുടെ മകനാണ്. അങ്ങനെ അവർ മധുവനത്തിൽ പ്രവേശിച്ചു. തേനും പഴങ്ങളും ഇഷ്ടംപോലെ ഭക്ഷിച്ചു. അപ്പോൾ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം അദ്ദേഹത്തിന്റെ അമ്മാവൻ ദധിമുഖൻ കാത്തു സൂക്ഷിച്ചു പോരുന്ന പഴത്തോട്ടമാണ് മധുവനം. അപ്പോൾ ദധിമുഖന്റെ കൽപ്പന പ്രകാരം കാവൽക്കാരെല്ലാം വടികളുമായിട്ട് വാനരന്മാരെ നേരിടാനായിട്ട് വന്നു. ഹനുമാൻ തുടങ്ങിയുള്ള വാനരന്മാരുടെ മുഷ്ടിപ്രയോഗം കൊണ്ട് കാവൽക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ത്വരിതമഥദധിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിനു ഭംഗം വരുത്തിയാർ താരേയനാദികളായ കപിബലം. സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണീനഹം. വലമഥന സുതതനയനാദികളൊക്കവേ വന്നു മദ്ഭൃത്യ ജനത്തെയും വെന്നുടൻ. മധുവനവും ഇതു പൊഴുതഴിച്ചിതന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജ മനസി മുകുരപി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോടു ചൊല്ലിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ. അവരെ വിരവടു വരുവതിന്നു ചൊല്ലങ്ങു ചെന്ന് ആത്മനിഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. ഇവിടെ ദധിമുഖൻ ത്വരിതമഥ ദധിമുഖനും ആശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. അവിടെ ആ വനത്തിൽ ആ പഴത്തോട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഇത് ദധിമുഖൻ എന്ന് പറയുന്ന വാനരൻ എല്ലാ സുഗ്രീവനോട് ചെന്ന് പറഞ്ഞു. അവിടെ താരേയൻ തുടങ്ങിയുള്ള വാനരന്മാർ മധുവനത്തിന് നാശം വരുത്തിയിരിക്കുകയാണ്. നിന്റെ കാരുണ്യം കൊണ്ടാണ് വളരെ കാലം കൊണ്ട് ഞാനത് പരിപാലിച്ച് ഭംഗിയായിട്ട് നടത്തിപ്പോന്നത്. അപ്പോൾ ഇവിടെ അമ്മാവനായ ദധിമുഖന്റെ വാക്ക് കേട്ടപ്പോൾ സുഗ്രീവന് വലിയ സന്തോഷമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാ? അദ്ദേഹം രാമനോട് പറഞ്ഞു, അംഗദൻ തുടങ്ങിയുള്ള വാനരന്മാര് ദൗത്യമൊക്കെ പൂർത്തിയാക്കി മടങ്ങി വരികയാണ്. അല്ലായിരുന്നുവെങ്കിൽ എന്നെ ബഹുമാനത്തോടെ വന്ന് കാണാതെ ഒരിക്കലും മധുവനത്തില് പ്രവേശിക്കില്ല. സുഗ്രീവൻ ദധിമുഖനോട് പറഞ്ഞു, അങ്ങോട്ടും വ്യസനിക്കേണ്ട, എത്രയും വേഗം അവരെ ഇവിടെ വരാൻ പറയണം എന്ന് സുഗ്രീവൻ പറഞ്ഞു. അവനും അതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാനഞ്ജനാപുത്രാദികളോടു സാദരം. അനിലതനയാംഗത ജാമ്പവതാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാൻ. ഇവിടെ സുഗ്രീവന്റെ വാക്ക് കേട്ട ദധിമുഖൻ വളരെ വേഗത്തിൽ ചെന്ന് ഹനുമാൻ മുതലായ വാനരന്മാരെ ചെന്ന് വിവരമൊക്കെ അവരോട് പറഞ്ഞു. സുഗ്രീവന്റെ ആഗ്രഹം അറിഞ്ഞ വാനരന്മാര് വളരെ സന്തോഷത്തോടെ സുഗ്രീവ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. പൂക്കൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമഥന ഹൃദി മരുവും അഖില ജഗദീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ
ഭുജഗപതിശയനമലൻ ഭുജഗപതിശയനമലൻ ത്രജകൾ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗ നിവഹാശനവാഹനൻ കേശവൻ പുഷ്കരപുത്രേ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാഘ്രിദ്വയൻ പുഷ്കരസംഭവപൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സതാം പതി മത്പതി പുഷ്കരബാന്ധവ പുത്ര പ്രിയ സഖേ ബുധജനഹൃദി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കരബാന്ധവ വംശസമുദ്ഭവൻ ഭുജബലവതാംബരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമിചാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാ തിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വേണുവണങ്ങിനാൻ വായുപുത്രാദികൾ. ഇവിടെ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനും പുരുഷരത്നവും പുണ്യപുരുഷനും പുരുഷോത്തമനും മഹാദേവന്റെ മനസ്സിൽ ഹൃദയത്തിൽ കുടികൊള്ളുന്നവനും എല്ലാ ലോകങ്ങൾക്കും നാഥനായിട്ടുള്ളവനും മനോഹരമായ താമരയിതൾ പോലെ നീണ്ട മനോഹരമായ കണ്ണുള്ളവനും ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്നവനും അനന്തന്റെ പുറത്ത് ശയിക്കുന്നവനും പരിശുദ്ധനും ഈ മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനും ഇന്ദ്രന്റെ സഹോദരനായി അവതരിച്ചവനും ഗരുഡനെ വാഹനമാക്കിയവനും കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ളവനും ആദ്യമേ ഉള്ളവനും ശിവനാൽ ആരാധിക്കപ്പെടുന്ന 2 പാദങ്ങളോടുകൂടിയവനും ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നവനും ത്രിഗുണങ്ങൾക്കതീതനും യാഗങ്ങളുടെയും സജ്ജനങ്ങളുടെയും നാഥനായിട്ടുള്ളവനും സുഗ്രീവന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ളവനും ആത്മജ്ഞാനികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും അസുരന്മാരുടെ ശത്രുവും സൂര്യവംശത്തിൽ ജനിച്ചവനും ക്ഷത്രിയ വംശത്തിലെ ശ്രേഷ്ഠനും രാക്ഷസന്മാരുടെ അന്തകനും ദശരഥ മഹാരാജാവിൻ്റെ പുത്രനും സീതാദേവിയുടെ ഭർത്താവും ഈ ലോകത്തെ പരിപാലിക്കുന്നവനും പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവനും വേണ്ടുവോളം ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവനും നന്മയുള്ളവരാൽ ആരാധിക്കപ്പെടുന്നവനും അങ്ങനെ തന്നെ താമര പോലെ മനോഹരമായ മുഖമുള്ളവനും കാമദേവനെ പോലെ സുന്ദരനും. ഇതൊക്കെ ഭഗവാനെ ശ്രീരാമസ്വാമിയെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ഇത് നിങ്ങൾ പാരായണം ചെയ്താൽ മതിയാകും. ഭഗവാനെ കുറിച്ചുള്ള ആ വർണ്ണനകൾ അതെല്ലാം അങ്ങനെയുള്ള ആ ശ്രീരാമനെ വാനരന്മാർ കണ്ടു. സുഗ്രീവനും ലക്ഷ്മണനും നിറഞ്ഞ സന്തോഷത്തോടെ രാമനെയും ഭജിച്ചുകൊണ്ട് ആ വനത്തിൽ അങ്ങനെ ഇരിക്കുന്നതും ഹനുമാൻ മുതലായ വാനരന്മാർ ഭഗവാനെ വീണ് വണങ്ങി. തവ ചരിതമൃത സമമഖിലമറിയിച്ചഥ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവി രഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ചടുതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നീ വധിച്ചതും ക്ഷിതിദു കുതുരന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തമായിടിനാർ. അഹമവരിലൊരുവൻ ഇവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജീവ നഖമാശുകനന്ദനൻ
രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിക ചടുതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാകന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യകം. ഇവിടെ തവ ചരിതം അമൃതസമം, അങ്ങയുടെ വൃത്താന്തം അമൃതിന് തുല്യം. തമ്പി അനുജൻ ലക്ഷ്മണൻ. അങ്ങയുടെയും ലക്ഷ്മണന്റെയും അമൃതിന് സമമായ ചരിത്രം മുഴുവൻ ഞാൻ പറഞ്ഞു. വനവാസകാലത്ത് ആശ്രമത്തിൽ മറ്റാരുമില്ലാത്ത തക്കം നോക്കി രാവണൻ ദേവിയെ കട്ടുകൊണ്ടുപോകുന്നതും സുഗ്രീവനെ കണ്ടതും ബാലിയെ വധിച്ചതും സീതയെ അന്വേഷിക്കുന്നതിന് വേണ്ടി സുഗ്രീവൻ വാനരന്മാരെ നിയോഗിച്ചതും ഞാൻ പറഞ്ഞു. അവരിൽ ഒരുവനായ ഞാൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്നതാണെന്നും എൻ്റെ നാമം ഹനുമാനാണെന്നും അറിയിച്ചു. മാത്രമല്ല ദേവിയെ കാണാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണെന്നും എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു എന്നും ഞാൻ അറിയിച്ചു എന്നാണ്. ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീര പ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണുവണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനേൻ ഫലിതമഖിലം മമാദ്യ പ്രയാസം. മമ അദ്യ പ്രയാസം എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹനുമാന്റെ വാക്കുകൾ പിന്നെയും പറയുകയാണ്. ഹനുമാൻ, എൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഇന്ന് ഫലവത്തായിരിക്കുന്നു. ദേവിയെ കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ പാപങ്ങളും നശിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, അമൃതിനു സമമായ വാക്കുകൾ പറഞ്ഞയാൾ ശ്രീരാമന്മാരിൽ ഒന്നാമനാണ്. ആ പുണ്യവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടട്ടെ. ദേവിയുടെ ഇംഗിതം അറിഞ്ഞ ഞാൻ വാനര രൂപത്തിൽ തന്നെ ചെറിയ ശരീരമുള്ളവനായി ചെന്ന് വിനയത്തോടെ ആ പാദപത്മങ്ങളെ നമസ്കരിച്ചു. ദേവി അത്ഭുതത്തോട് ചോദിച്ചു, നീ ആരാണെന്ന് പറയൂ. അങ്ങയുടെ എല്ലാ വൃത്താന്തങ്ങളും ഞാൻ സവിസ്തരം പറഞ്ഞു. ദേവി അതെല്ലാം വിശ്വസിച്ചു ആണ് ഇത്രയും. അതും അവനി സുതയൊടകമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമതരാൽ നൽകിനാൾ കമലമുഖി കനുവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാക്കവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾതാപം കലർന്നു മരുവും ദശാന്തരേ ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. പിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമൊടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശവദന സുതനെ മുഹുരക്ഷകുമാരനെ തെണ്ഡധരാലയത്തിനയച്ചീടിനീൻ. അപ്പോൾ ഇവിടെ
പറഞ്ഞു. ഉടൻ തന്നെ ദേവി ചൂഡാരത്നം എന്നെ ഏൽപ്പിച്ചു. അടയാളവാക്യമായിട്ട് ചിത്രകൂട പർവ്വതത്തിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ഒരു കാക്ക അതിൻ്റെ കാലുകളും ചുണ്ടും കൊണ്ട് ദേവിയെ ഉപദ്രവിച്ച സംഭവവും പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ് കരയുന്ന ദേവിയെ ഞാൻ വാക്കുകളാകുന്ന വിഭവങ്ങളാൽ ആശ്വസിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ യാത്രാനുമതിയും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഞാൻ മറ്റൊന്നുകൂടി ചെയ്തു. രാവണൻ ഏറ്റവും ഇഷ്ടമുള്ള അഭീഷ്ടപ്രദമായ ഒരു ഉദ്യാനം അവിടെയുണ്ട്. അത് മുഴുവൻ ഞാൻ നശിപ്പിച്ചു. എതിരിടാൻ വന്ന രാക്ഷസേനയെ ഞാൻ മുഴുവനും കൊന്നൊടുക്കി. കൂട്ടത്തിലെ യുദ്ധത്തിൽ പങ്കെടുത്ത രാവണപുത്രനായ അക്ഷകുമാരനെയും കൊന്നു. ഇതൂടെ പറയുകയാണ്. സുന്ദരകാന്ഡം തീരുകയാണ്. അവസാനത്തെ ഭാഗമാണ്. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധയായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദ ലങ്കാപുരം. പിന്നെയും ദേവി തൻ പദം വിഗത ഭയമടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധി. പാഹി മാം പാഹി മാം ഇതി പവനസുത വചനമാഹന്ത കേട്ടളവ്. ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. ക്ഷോഭിതനായ രാവണന്റെ മറ്റൊരു പുത്രൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം അയച്ച് എന്നെ ബന്ധനത്തിലാക്കി. അവൻ എന്നെ രാവണന്റെ മുൻപിൽ കൊണ്ടുചെന്നു. ഞാൻ രാവണനുമായി സംസാരിക്കുകയും ലങ്ക മുഴുവൻ ചുട്ടുകരിക്കുകയും ചെയ്തു. വീണ്ടും സീതാദേവിയുടെ പാദങ്ങളെ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്നു. അപ്പോൾ അവിടുത്തെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഈ ദാസനെ രക്ഷിച്ചാലും ഹനുമാന്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ അതീവ സന്തുഷ്ടനായി. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സതയമുപകാരമീ ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നീ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർന്നിടിനാനാദരാൽ. പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർന്നിടിനാനാദരാൽ. ഉരസി മുകുരഭിമുകുരണച്ചു പുൽകീടിനാൻ. ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഉരസി മുകുരഭിമുകുരണച്ചു പുൽകീടിനാൻ. ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനിങ്ങനെ ഇല്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു. ഭക്തി പരവശായി വണങ്ങിടിനാൻ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാമചന്ദ്രായ നമോ നമഃ. ഹരി ഓം.